ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. ആഴ്ചകൾക്ക് ശേഷമുള്ളൊരു രാത്രി. എന്റെ പൊന്നർജുൻ, നീ ഒന്നിവിടെ സമാധാനത്തോടെ വന്നിരിക്കുക. ഇതിപ്പോ നിന്റെ ഭാവം കണ്ടാ തോന്നും ലോകത്തിൽ ആദ്യമായി പ്രസവിക്കുന്നതാണ് നിന്റെ ഭാര്യ. പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ് മാളുവിന് അർജുനും മാധവും ശ്രീധരനും ചേർന്ന്. ശ്രീധരനും സിന്ധുവും ഇന്ന് രാവിലെയാണ് വന്നത്. മാളുവിന്റെ നിർബന്ധപ്രകാരം അവളൊട്ടും മടങ്ങിപ്പോയതുമില്ല. മാളുവിനെ ലേബർ റൂമിൽ കയറ്റിയത് മുതൽ ഇരിപ്പുറക്കാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അർജുന്. ഇടയ്ക്കൊക്കെ ലേബർ റൂമിന്റെ വാതിലെ വന്ന് നിന്ന് അകത്തേക്ക് എത്തി നോക്കും. അവളുടെ കരച്ചിൽ എപ്പോഴും കാതിൽ മുഴങ്ങുന്നതായി തോന്നിയവന്. അവൻ്റെ ഈ പരിപാടി കണ്ടാണ് മാധവ ഡയലോഗ് പറഞ്ഞത്. നേരേക്കത് പറയാം, അകത്ത് കിടക്കുന്നത് എൻ്റെ പെണ്ണാ. അർജുൻ തിരിച്ച് പല്ല് കടിക്കുമ്പോൾ മാധവ് തിരിഞ്ഞ് ശ്രീധരനെ നോക്കി. ആ മുഖത്തും ഒരു ആദ്യം നിറഞ്ഞിട്ടുണ്ട്. ആ, അടുത്ത ആളെത്തി. തങ്ങൾക്കടുത്തേക്ക് വന്ന ശ്രേഷ്ഠവനെ കണ്ട് മാധവ് പറഞ്ഞു, എന്താടാ അകത്തേക്ക് കൊണ്ടുപോയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ? ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നത്? മൂട്ടിൽ തീ പിടിച്ചപ്പോഴുള്ള അർജുൻ്റെ ആ നിൽപ്പ് കണ്ടാണ് ശ്രേഷ്ഠം അത് ചോദിച്ചത്. അതിന് അർജുൻ മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ മാധവ് വലത് കൈ ചൂണ്ടി അമർത്തി തന്നെ ചിരിയടക്കി. ഈ നേരമാണ് ലേബർ റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത്. ഒരു നിമിഷം എല്ലാവരുടെയും ഹൃദയം ഒന്നിടിച്ചു. അർജുൻ സാറിൻ്റെ വൈഫ് പ്രസവിച്ചു കേട്ടോ, ആൺകുട്ടിയാണ്. സിസ്റ്റർ പുഞ്ചിരിയോട് അത് പറയുന്നതിനൊപ്പം കയ്യിലിരുന്ന ബേബി ടവലിൽ പൊതിഞ്ഞ കുഞ്ഞു ചെക്കനെ അർജുന് നേരെ നീട്ടി. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ പതറി. ശേഷം പിറക്കുന്ന കൈകളോട് മെല്ലെ തൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ഒരു നോക്കി അവൻ നോക്കിയുള്ളൂ. കണ്ണുകളടച്ച് നേരെ പുഞ്ചിരിയോടെ ഉറങ്ങുന്ന തൻ്റെ പ്രാണനെ കണ്ട് അർജുൻ നിറകണ്ണുകൾ അമർത്തി അടച്ചു. മാധവും ശ്രേഷ്ഠവും കുഞ്ഞിനെ കണ്ട് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അർജുൻ മെല്ലെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ശ്രീധരനെ നേർക്ക് നീട്ടി. അയാൾ അതീവ സന്തോഷത്തോടെ തൻ്റെ പേരക്കുട്ടിയെ വാങ്ങി നെഞ്ചോട് ചേർത്തു. സിസ്റ്റർ, മാളു? പേടിക്കാനൊന്നുമില്ല സാർ, മേഡം ഓക്കെയാണ്. പിന്നെ കുഞ്ഞിനെ തരണം, കുറച്ച് കഴിഞ്ഞ് രണ്ടാളെ റൂമിലേക്ക് മാറ്റും. അല്പം അടിയോടെയാണെങ്കിലും അർജുൻ കുഞ്ഞിനെ വാങ്ങി തിരികെ കൊടുത്തു. അർജുൻ, ഞാൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. ആൻറ്റി ഇപ്പോൾ കൂടെ വിളിച്ചതേ ഉള്ളൂ. എന്തായാലും മാളുവിന് റൂമിലേക്ക് ആക്കിയ പിന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല. ആ ശരി, നീ പോയിട്ട് വാ. മാധവരാഗിയെയും സിന്ധുവിനെയും വിളിക്കാനായി പോകുമ്പോൾ ശ്രേഷ്ഠ അർജുനെയും കൊണ്ട് ചേരിൽ വന്നിരുന്നു. പുറത്തിരിക്കുന്ന ഓരോ നിമിഷവും തൻ്റെ രണ്ട് പ്രാണനെയും ഒന്നിച്ച് കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു അർജുൻ. എന്താ ഇങ്ങനെ നോക്കണേ? തന്നെയും മോനെയും മാറി മാറി നോക്കുന്ന അർജുനെ കണ്ട് മാളൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. കാണാൻ തന്നെ പോലെ തന്നെയാ അല്ലേ? എന്താണ് മിസ്റ്റർ സിനിമാ നടൻ, കുശുമ്പ് തോന്നുന്നുണ്ടോ? അതിന് അർജുൻ മറുപടി അറിയിച്ചത് അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നോടാ? ഇടർച്ചയോട് അർജുൻ അവളിലേക്ക് മുഖമടുപ്പിച്ച് ചോദിക്കുമ്പോൾ മാള് വാത്സല്യപൂർവ്വം അവൻ്റെ കവിളിൽ മെല്ലെ തലോടി. സത്യം പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല അർജുൻ. എൻ്റെ കുഞ്ഞിന് എത്രയും വേഗം നെഞ്ചോട് അടക്കണമെന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അതിൻ്റെ ഇടയിൽ വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. അവളുടെ ആ മറുപടി മാത്രം മതിയായിരുന്നു അർജുന്. അവിടെ ആരംഭിക്കുകയായിരുന്നു അർജുൻ മാളവികയുടെ പൊതുജീവിതം. 2-3 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാളുവിനെ കാത്തിരുന്നത് മരുന്നുകളുടെയും പച്ചമരുന്നിൻ്റെയും പോഷകാഹാരങ്ങളുടെയും നാളുകളായിരുന്നു. രാഗിയും സിന്ധുവും അവളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ അർജുനാണ് ആകെ പെട്ടുപോയത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു രണ്ടാൾക്ക് തമ്മിൽ കാണാൻ കിട്ടിയത്. എങ്കിലും അവളുടെ ആരോഗ്യത്തെ കണക്കിലെടുത്ത് അർജുൻ അഡ്ജസ്റ്റ് ചെയ്തു. അവന് കൂട്ടായി കുഞ്ഞിച്ചേക്കനും. ദിവസങ്ങൾ കടന്നു പോകവേ പിന്നെ അങ്ങോട്ട് ആകെ തിരക്കായിരുന്നു എന്ന് വേണം പറയാൻ. മാളുവിനെയും ജൂനിയർ അർജുനെയും കാണാനായി പലരും എത്തി. എങ്കിലും മീഡിയാസിൽ മാത്രം കാര്യം ലീക്കാവാതിരിക്കാൻ അർജുൻ ശ്രദ്ധിച്ചു. ചന്ദ്രയും ആദിയും തിത്തുമോളൊക്കെ വന്നിരുന്നു. കൂടാതെ ആരവും ദക്ഷയും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആകാശിനെ അർജുൻ വിളിച്ച് കാര്യം അറിയിച്ചിരുന്നു. അവനും ഫാമിലിയും വന്നിരുന്നിടയ്ക്ക് എല്ലാവരെയും കൊണ്ട് ആകെ ആഘോഷത്തിൻ്റെ പ്രതീതിയാണ്. ഇന്നാണ് ജൂനിയർ അർജുൻ്റെ നൂലുകെട്ട്. അത്യാവശ്യം വലിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു അർജുൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. അർജുനും മകനും ഒരുങ്ങി മാളുവിനായി വെയിറ്റിങ്ങിലാണിപ്പോൾ. ഒടുവിൽ അവൾ എത്തി. ഇളം മഞ്ഞ നിറത്തിലെ സാരിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ അർജുൻ പ്രണയത്തോട് ഉറ്റുനോക്കി. ഇന്നവൾക്ക് വല്ലാത്തൊരു സൗന്ദര്യം പോലെ തോന്നിയവന്. എങ്ങനെയുണ്ട് അർജുൻ? മാളവൻ്റെ അരികിലേക്ക് വന്ന് മോൻ അവനിൽ നിന്നും മെല്ലെ എടുക്കുന്നതിനിടയിലായി ചോദിച്ചു. ഓ, എന്തൊരു സുന്ദരിയ പെണ്ണെ നീ ഇന്ന് രാത്രി നമുക്ക് ശിവരാത്രിയാ. അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ മെല്ലെ പറയുമ്പോൾ മാളാകെ ചുവന്നു പോയി. അതെ, ആദ്യം ചടങ്ങ്, പിന്നെ മതി റൊമാൻസൊക്കെ. സോ രണ്ടാളെ കൂടി വായോ. മാധവൽപ്പം ഉറക്കെ തന്നെ അത് വിളിച്ചു പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി തന്നെ ഉയർന്നു. അത് കണ്ട് മാള് വെപ്രാളത്തോടെ അവർക്ക് അരികിലേക്ക് നടക്കുമ്പോൾ അർജുൻ ഒരു പുഞ്ചിരിയോടെ അവളെ പിന്തുടർന്നു.
കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുന്നിലായിരുന്നു കൊണ്ട് മാള് കുഞ്ഞിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അർജുൻ താലത്തിൽ നിന്നും കുഞ്ഞിൻ്റെ അരഞ്ഞാണമെടുത്ത് കൊളുത്തു മാറ്റി കുഞ്ഞിനെ കെട്ടിക്കൊടുത്തു. ശേഷം മാള് കുറച്ച് കരിവളയും അണിയിച്ചു. സിന്ധുവും രാഗിയും ചേർന്നാണ് ഓരമരുന്ന് കുഞ്ഞിൻ്റെ നാവിൽ തേച്ചു കൊടുത്തത്. അതോടെ ആൾ ചിണുങ്ങി തുടങ്ങി. മക്കളെ, കുഞ്ഞിന് പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലേ അതോടെ കാതിൽ വിളിക്ക്. രാഗിയാണത് പറഞ്ഞത്. അത് കേട്ട് അർജുനും മാളവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ശേഷം കുഞ്ഞിൻ്റെ ഇടം കൈയും വലം കൈയും മെല്ലെ പിടിച്ചുകൊണ്ട് രണ്ടാളും ഒന്നിച്ച് ആ കുഞ്ഞിക്കാതിലേക്ക് മുഖമെടുപ്പിച്ച് മെല്ലെ വിളിച്ചു, അനുർദേവ് അർജുൻ. എല്ലാവരുടെയും മുഖം ഒന്ന് തെളിയുന്നതിനൊപ്പം ഒരു പുഞ്ചിരിയും വിരിഞ്ഞു. മാധവും മാതിയും കുഞ്ഞിനും മാല അണിയിക്കുമ്പോൾ ശ്രീധരനും സിന്ധുവും അതുപോലെ മാല തന്നെയാണ് കുഞ്ഞിനായി വാങ്ങിയതും അണിയിച്ചു കൊടുത്തതും. ശ്രേഷ്ഠവും ഹിമയും 2 വള വീതം കയ്യിലിട്ട് കൊടുത്തു. ആകാശചന്ദ്രയും ബ്രേസ്ലെറ്റും അടിച്ചു കൊടുത്തു. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് സദ്യ കഴിച്ചത്. ശേഷം മാളിലായി ഒത്തുകൂടി. ഇതിനിടയിൽ ഒരു ഫോൺ കോൾ വന്ന് അർജുൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാള് സിന്ധുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവനോടൊപ്പം പുറത്തേക്ക് പോയി. ആ ഓക്കേടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക്. അത് പറഞ്ഞ് അർജുൻ കോള് കട്ട് ചെയ്തു. എന്താ അർജുൻ, ആരാ വിളിച്ചത്? മാളവൻ അരികിലേക്ക് വന്നു. ആരവാണ്, അവർ വരില്ലെന്ന്. അതെന്താ അർജുൻ? മാളവിൽ സംശയം നിറഞ്ഞു. മാളവിക, അങ്കിൾ മരിച്ചു. ഒരു വേളവളൊന്ന് ഞെട്ടി, പിന്നെ മൃദുവായൊന്ന് പുഞ്ചിരിച്ചു. തെറ്റും വഞ്ചനയും മനുഷ്യൻ മറന്നാലും ഈശ്വരൻ എന്ന ശക്തി മറക്കുകയും പൊറുക്കുകയും ചെയ്യില്ല അർജുൻ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ കടന്നുപോയ ദിനങ്ങൾ മിന്നിമാറി. അർജുൻ, ഞങ്ങൾ ഇറങ്ങുക, ഇനി ഇന്ന് ലേറ്റാകും. പിന്നെ നീ ആൻറ്റിയോട് പറഞ്ഞാൽ മതിയേ. അർജുൻ അവൻ്റെ തോളിൽ കൈയമർത്തി പിടിച്ചു. മമ്മയോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത്. ഡാഡിയോടുള്ള ദേഷ്യമാകും ചിലപ്പോൾ നിന്നോട് കാണിക്കുന്നത്. ഹേയ്, എനിക്ക് മനസ്സിലാകും അർജുൻ. സ്വന്തം ഭർത്താവിൻ്റെ 2ാം ഭാര്യയിലെ മകൻ വന്ന് മുന്നിൽ നിന്നാൽ ഒരു പെണ്ണ് ചേർത്ത് പിടിക്കില്ല. പകരം ഈ രീതിയിലേ പെരുമാറും. അതേ ഇവിടെയും ആൻറ്റി ചെയ്യുന്നുള്ളൂ. പിന്നെ നിനക്ക് മറ്റൊരു ഉറപ്പ് ഞാൻ തരാം അർജുൻ. ഇനി ഒരിക്കലും രാംദാസ് എന്ന നമ്മുടെ അച്ഛൻ നിങ്ങൾക്കൊരു തടസ്സമായി ഇവിടേക്ക് വരില്ല. ഇതെൻ്റെ വാക്കാണ്. അർജുൻ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രേഷ്ഠവ് തിരിച്ചവനെ ചേർത്ത് പിടിച്ചു. കാണണമെന്ന് മനസ്സിടക്ക് വാശി പിടിക്കും. പക്ഷെ വേണ്ട, ഇനി ആ മുഖം എനിക്കും നമുക്ക് കാണണ്ട. ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവസാനമായി എന്നെ വിളിച്ച വാസൂട്ട എന്ന വിളി മാത്രം മതി. വാക്കുകളിൽ ഇടർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ അർജുൻ നന്നെ പാടുപെടുമ്പോൾ തൻ്റെ അനുജനൊരു ആശ്വാസം എന്ന നിലക്ക് ശ്രേഷ്ഠഭവനെ ഒന്ന് പുറന്നു. ആഹാ, ഇവിടെ കെട്ടിപ്പിടുത്തം കരച്ചിലാണോ? സെൻ്റെ സീനാണല്ലോ മാളുവേ. ഇത് കണ്ട് പുറത്തേക്ക് വന്ന ഹിമ കളിയോടെ പറയുമ്പോൾ ശ്രേഷ്ഠം അവളെ ഒന്ന് ചിറഞ്ഞു നോക്കി. അതിന് മറുപടിയായി ഹിമ അവനെ നന്നായി ഒന്ന് പൂജിച്ചു. ഇതെല്ലാം കണ്ട് മാള് രണ്ടാളെയും മാറി മാറി നോക്കി. അർജുൻ സാർ, ഈ നിൽക്കുന്ന കാട്ടുപോത്തിനോടൊന്ന് പറഞ്ഞ് ഈ മോരുടെ സ്വഭാവം ഒന്ന് മാറ്റാൻ, ഇല്ലെങ്കിൽ വല്ല പൊട്ടക്കയിലും കൊണ്ട് തള്ളും ഞാൻ. വാക്കുകളിൽ നീരസം കലത്ത് ഹിമ അത് പറയുമ്പോൾ മാള് കണ്ണും പിടിച്ച് അവളെ നോക്കി. എന്നാൽ അർജുനിൽ അടക്കി പിടിച്ച ചിരിയും ശ്രേഷ്ഠവിൽ പല്ലിറുമ്പലുമായിരുന്നു. എടോ ഹിമ, താൻ ഈ സാരവിളി നിർത്തി ഒന്നുകിൽ അർജുനെന്നോ അല്ലെങ്കിൽ ഏട്ടാന്നോ വിളിക്ക്. ഞാൻ അന്യനൊന്നല്ലല്ലോ, ഇവൻ്റെ അനിയനാണ്. സോറി ഏട്ടാ. ഹിമയിലെ പുഞ്ചിരി നിമിഷ നേരം കൊണ്ട് അർജുനിലും മാളുവിലും പകർന്നു. ഒടുവിൽ അവർ അവിടുന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അർജുൻ മാളുവിൻ്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. 2 ആഴ്ചകൾക്ക് ശേഷം. ഏട്ടനിത് എങ്ങോട്ടായി പോകുന്നത്? കുറെ നേരമായാലും യാത്ര തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും പറയേ, ഇത് എങ്ങോട്ടാന്ന്? മാധവന്റെ നിർബന്ധപ്രകാരം ഒരു യാത്രയിലാണ് അർജുനും മാളുവും മാതിയും മാധവും ഒപ്പം കുഞ്ഞുങ്ങളുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്നതാണ് രസകരമായ കാര്യം. കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നത്? അത് കണ്ടു തന്നെ അറിഞ്ഞാലേ ഒരു ത്രില്ലുള്ളൂ. അത് കേട്ട് മാളു ആദിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ തനിക്ക് അറിയില്ലെന്ന് ദയനീയമായി കണ്ണുകൾ അനക്കി. അതിൽ പിന്നെ മാളുവായിട്ടൊന്നും ചോദിക്കാനും പോയില്ല. കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ കാർ സിറ്റി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി. ഇവിടെ ആരടാ? നിന്റെ അമ്മായിപ്പം പ്രസവിക്കാൻ കിടക്കുന്നുണ്ടോ? അർജുനൊന്ന് കലിപ്പായി. ആരാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അളിയ ബാ. കാർ പാർക്കിങ്ങിൽ ഒതുക്കി അവർ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി. അത്യഹിതി വിഭാഗത്തിന്റെ മുന്നിലായാണ് മാധവ് വന്നു നിന്നത്. ആളകത്തുണ്ട്, വായു. അത് പറയുന്നതിനൊപ്പം മാധവ് ആദിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ഒരു വേള ബെഡിൽ കിടക്കുന്ന ആളെ കണ്ട് ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ശരീരം വിറകൊണ്ടു. നിരഞ്ജൻ. മാളുവിന്റെ അതിരങ്ങൾ മെല്ലെ ഉരുവിട്ടു. ശരീരം മുഴുവൻ മുറിവുകളാണ് അവൻ്റെ. കയ്യിലും കാലിലും തലയിലും ഒക്കെ വലിയ വലിയ കെട്ടുകൾ. കവളും ചുണ്ടുമൊക്കെ വീങ്ങിയിരിപ്പുണ്ട്. കണ്ണുകൾ ചുവന്ന് തുടിച്ചു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് നിരഞ്ജനിലും ദിവാകരനിലും ഞെട്ടൽ തന്നെയായിരുന്നു. നിരഞ്ജന്റെ കണ്ണുകൾ ആദിയിൽ തന്നെ തറഞ്ഞു നിന്നു. മോളെ ആദി. അയാൾ വേഗത്തിൽ അവൾക്ക് അടുത്തേക്ക് വരുമ്പോൾ ആദി നിറകണ്ണുകളോട് അയാളുടെ നെഞ്ചിലേക്ക് വീണു.
സന്തോഷമായി കുഞ്ഞെ, നിന്നെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമായി. സുഖാണ് എൻ്റെ കുട്ടിക്ക്. മറുപടിയായി അവൾ നിറകണ്ണുകളോടെ തലയാട്ടി. ദിവാകരൻ മാധവിൻ്റെ കയ്യിലിരിക്കുന്ന ദിത്തുമോളിൽ നെറുകയിൽ മെല്ലെ തലോടി. അച്ഛനെ മറന്നോ കണ്ണാ നീയ്? അയാൾ വാത്സല്യത്തോടെ കേൾക്കവേ ദിത്തുമോള് മാധവിലേക്ക് അല്പം കൂടെ ചേർന്നിരുന്നു. മോളെ, നീ വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണോ? ഇവരോട് മോൾ ക്ഷമിച്ചോ? പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ തിടുക്കത്തോടെ കേൾക്കവേ ആദ്യം ഞെട്ടലോടെ അയാൾക്ക് അരികിൽ നിന്നും മാധവിൻ്റെ അടുത്തേക്ക് മാറി. സോറി അങ്കിൾ, ഇവളിപ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ല, എൻ്റെ പെണ്ണാണ്. മാധവൻ നീ ഞാൻ താലിയണിച്ച് കൂടെ പൊറപ്പിക്കുന്ന എൻ്റെ മാത്രം പെണ്ണ്. ആദ്യം തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നിരഞ്ജനെ മാത്രം നോക്കിയവൻ ഉറപ്പോടെ പറയുമ്പോൾ നിരഞ്ജന്റെ കണ്ണുകൾ ഞെട്ടലോടെ തുറച്ചു. മാസങ്ങൾക്ക് മുമ്പായിരുന്നു നിരഞ്ജന്റെയും ഗായത്രിയുടെയും വിവാഹം. ആദ്യമൊക്കെ അതീവ സന്തോഷത്തിൽ കടന്നുപോയ അവരുടെ ജീവിതത്തിലേക്ക് വില്ലനായി എത്തിയത് നിരഞ്ജന്റെ ഏക സുഹൃത്തായ കിരണിലൂടെയാണ്. കിരണിന് തന്റെ വീട്ടിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നിരഞ്ജൻ അറിഞ്ഞിരുന്നില്ല അത് തന്റെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്നവയായിരുന്നുവെന്ന്. വീട്ടിൽ മാത്രമായിരുന്നില്ല, ഗായത്രി കൂടിയാണ് പോകെ പോകെ കിരൺ സർവ്വ സ്വാതന്ത്ര്യമെടുത്ത് തുടങ്ങിയത്. നിരഞ്ജൻ അതറിയാൻ വൈകിയെന്ന് മാത്രം. തൻ്റേത് മാത്രമെന്ന് കരുതിയവൾ തൻ്റെ സുഹൃത്തിനോടൊപ്പം ശരീരം പങ്കുവെക്കുന്ന കാഴ്ച നിരഞ്ജൻ ആകപ്പാടെ തകർത്തി കളഞ്ഞു. അവനെയും അവളെയും പൊതിരെ തല്ലുമ്പോഴും അവൻ്റെ മനസ്സ് പൂർണ്ണമായും മരവിച്ചിരുന്നു. ഗായത്രി ഒരു ദേയം കൂടാതെ അവൻ അന്ന് അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ ഒന്നും അവിടെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. നിരഞ്ജനോട് പക തോന്നിയ കിരൺ 2 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവൻ ആളെ വിട്ട് തല്ലിക്കുക്കിയായിരുന്നു. അടിച്ച് അവശനാക്കി അവൻ്റെ ശരീരത്തിൽ അല്പം ജീവൻ മാത്രം ബാക്കി വെച്ചുകൊണ്ട് നടു റോഡിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ യാത്രക്കാരാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയായി ഞാനിതിനെ കാണുന്നുള്ളൂ. കാലം മാപ്പ് കൊടുക്കില്ലൊന്നിനും. നിന്റെ കണ്ണുനീരായി ഇതൊക്കെ. ബെഡിൽ കിടക്കുന്ന നിരഞ്ജനെ നോക്കി ദിവാകരൻ അമർഷത്തോടെ പറയുമ്പോൾ അവൻ്റെ മുഖം താണു. ആദ്യം അവനൊരു നോക്ക് പോലും നോക്കാതെ മാധവിൻ്റെ നെഞ്ചിൽ പറ്റി നിന്നു. നീ തട്ടിയെറിഞ്ഞ നിധിയായി ഇന്നെനിക്ക് കിട്ടിയത്. ഇതിനി എൻ്റേത് മാത്രം നിരഞ്ജൻ. നിനക്കൊന്ന് കണി കാണാൻ പോലും എൻ്റെ പെണ്ണിനെ കിട്ടില്ല. ഇവളും മോളും ഇനി മാധവൻ്റേത് മാത്രമാ. അവസാനമായി നിന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ എനിക്കുണ്ടായിരുന്നു. മുകളിലിരിക്കുന്നവൻ എനിക്കത് സാധിച്ചു തന്നതിന് നന്ദി. ഇവളെ ഞാൻ കൊണ്ടുപോകുക എന്നേക്കുമായി. ആദ്യയെയും മോളെയും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാധവ റൂം വിട്ടിറങ്ങുമ്പോൾ നിരഞ്ജനൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അർജുനും പിന്നാലെ മാളവും പുറത്തേക്ക് പോയി. നിന്റെ നല്ല കാലം അവസാനിച്ച് നിരഞ്ജ. നമ്മുടെ വീട്ടിലെ നിലവിളക്കായിപ്പോൾ പോയത്. ഇനി അങ്ങോട്ട് ഇരുട്ട് മാത്രമായിരിക്കും ബാക്കി. അച്ഛാ, ഞാൻ വാക്കുകൾ കൂട്ടിപ്പെറുക്കി നിരഞ്ജനെന്തോ പറയാനൊരുങ്ങിയതും അതിന് ചെവി കൊടുക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കണ്ണുകൾ മുറുക്കിയടക്കവേ നിരഞ്ജന്റെ ഉള്ളിൽ ഒരു രൂപമായിരുന്നു, ആദിയുടേത്. അല്ല, നീ ഇത് എങ്ങനെ അറിഞ്ഞു മാധവ് അവൻ ഇവിടെ ഉണ്ടെന്ന്? തിരികെയുള്ള യാത്രയിൽ അർജുൻ്റെ ആ ചോദ്യത്തിന് മാധവ് അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ പിന്നാലെ ഞാൻ കാശ് കൊടുത്തിറക്കിയ ആളുകളുണ്ടായിരുന്നു. പന്ന മോൻ എൻ്റെ കൈകൊണ്ട് തന്നെ തീർക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോൾ ഓർത്താൻ ഞാൻ വേണ്ടെന്ന് വെച്ചത്. എന്തായാലും ഇപ്പം സമാധാനമായി. ദേഷ്യത്തോടെ മാധവ് അത് പറയുമ്പോൾ ആദ്യം ഒഴുകിയ ബാക്കി മുഖങ്ങളിലെല്ലാം ആ ഭാവമായിരുന്നു. അവൾ മാത്രം മൗനമായി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടിച്ചിരുന്നു. ആ മനസ്സറിഞ്ഞ പോലെ മാളവളം എല്ലാം ചേർത്ത് പിടിച്ചു. നിശയുടെ യാമങ്ങൾ സാക്ഷിയാക്കി തൻ്റെ പ്രണയിനിയിൽ അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ അവളിലെ വികാരങ്ങൾ അതിൻ്റെ പരമോന്നതയിലെത്തിയിരുന്നു. ആവേശം ഇരുവരിലും ഒരു അഗ്നി പോലെ പടരുമ്പോൾ അവർ മത്സരിച്ച് പ്രണയിച്ചു. ഒടുവിലൊന്ന് വിറച്ചുകൊണ്ട് അവൻ അവളിലേക്ക് അമരുമ്പോൾ മാളുവിൻ്റെ കൈകൾ അതിശക്തമായി അവനെ വലയം ചെയ്തു. ആർ യു ഓക്കെ മൈ വൈഫി? ഒടുവിൽ കിതപ്പൊന്നടങ്ങിയതും അർജുൻ മെല്ലെ ഇരു കൈയും ബെഡിൽ ഊന്നി അവൾക്ക് മുകളിലായി വന്നുകൊണ്ട് കള്ളച്ചിരിയോടെ ചോദിച്ചു. അയ്യടാ, മര്യാദയ്ക്ക് ഉറങ്ങാൻ കിടന്ന് എന്നെ കണ്ണ് പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ ഓക്കെ ആണെന്നല്ലേ? അവൾ ചുണ്ടു കൂർപ്പിച്ചു. അങ്ങനെ പറയില്ലടി പെണ്ണെ. നിന്നെ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞതോടെ എൻ്റെ പെണ്ണാകെ തുടുത്തു. കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അവളുടെ ചുവന്ന തുടുത്ത കവിളിൽ അവൻ പല്ലാഴ്ത്തുമ്പോൾ മാളു പിടഞ്ഞു പോകും. വീണ്ടും ശരീരങ്ങൾ ചൂട് പിടിക്കുമ്പോൾ അവനറിയാനായി തയ്യാറെടുക്കുകയായിരുന്നു അവൻ. എന്നാൽ ഇവിടെ മറ്റൊരിടത്ത് അത്രമേൽ തീവ്രമായ തളർച്ചയിൽ അവൻ്റെ മാർവരം ചേർന്ന് കിടക്കുമ്പോൾ അവനിൽ നിന്നറിഞ്ഞ പൊതുവികാരത്തിൻ്റെ നാണപരിവേഷയിലായിരുന്നു ആദി. വേദനിച്ചോ പെണ്ണ നിനക്ക്? അവളുടെ സിന്ദൂരം പടർന്ന നെറുകയിലൊന്ന് മുകർന്നുകൊണ്ട് അവൻ ചോദിക്കവേ ആദ്യം ഒന്ന് ഉയർന്നവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ മാധവ അവൾ അത്ഭുതത്തോടെ നോക്കി. പിന്നെ ചിരിയോടെ മെല്ലെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സാരല്ല, ഞാനിതൊക്കെ ആദ്യമാണ്, അതൊക്കെ കൈവിട്ടു പോയത്. അവൻ കള്ളച്ചിരിയോട് അവളിൽ മുഖം അടുപ്പിക്കുമ്പോൾ ആദ്യം നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മാധവ പുതപ്പ് വലിച്ച് രണ്ടാളെ പുതപ്പിച്ചു. മെല്ലെ മെല്ലെ ഇരുവരും ഉറക്കത്തിലേക്ക് പൊഴുതി വീണു.
ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ നോക്കി കണ്ണും നട്ടിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ ജീവിതകാലം ഒരു തിരശ്ശീല പോലെ മുന്നിൽ മിന്നിമാഞ്ഞു. എല്ലാത്തിനും ഒടുവിൽ എന്നിതാ ആ നെഞ്ചോട് ചേർന്നുള്ളിരിപ്പും. മാളവിൻ്റെ കൈകൾ ശക്തമായി അവനെ ചുറ്റി വരിഞ്ഞു. ഇരുട്ട് തുടങ്ങി, നമുക്ക് പോയാലിടൂ? അവളുടെ കൈവിരലുകളിൽ മെല്ലെ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. പോകാം അർജുൻ, അല്പം കൂടെ കഴിയട്ടെ. ദേ നോക്ക്, അതിൻ്റെ ഒന്നും കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു ദിശയിലേക്ക് കൈ ചൂണ്ടി മാളെന്ന് പറയുമ്പോൾ അർജുൻ്റെ കണ്ണുകൾ അവിടേക്ക് പാഞ്ഞു. ദീത്തുമോളെ കടൽ വെള്ളത്തിലിറക്കി കളിപ്പിക്കുവാണ് മാധവ്. അരികിൽ തന്നെ ദേവമോനെ നെഞ്ചോടടക്കി പിടിച്ച് അവരോടൊപ്പം മാതിയുണ്ട്. അർജുനും മാളവും പുഞ്ചിരിയോട് ഇത്തിരി നിമിഷം അവരെ തന്നെ നോക്കിയിരുന്നു. അർജുൻ, പിറകിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ അവരിരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ശ്രീ. അർജുൻ്റെ ചുണ്ടുകൾ മെല്ലെ ഉരുവിട്ടു. മുന്നിൽ നിൽക്കുന്ന തെരുവിനെ കണ്ട് മാളുവിൻ്റെ കൈകൾ അർജുനിൽ മുറുകുമ്പോൾ അവളുടെ ആ നേരത്തെ മനസ്സറിയുകയെന്നവൻ. പണ്ടത്തെ ധനശ്രീയിൽ നിന്നും ഒത്തിരി മാറ്റമാണ്. സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. നെറ്റിയിൽ പൊട്ടും നേരിയ ചെന്നരക്കുറിയുണ്ട്. ശല്യം ചെയ്യാനോ വീണ്ടും ജീവിതത്തിലേക്ക് ഇടിച്ച് കയറാനോ വന്നതല്ല ഞാൻ. യാദൃശികമായി കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതി. മുഖത്തെ പുഞ്ചിരി മായാതെ അവൾ പറയുമ്പോൾ അർജുൻ മാളുവിനെയും കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. രണ്ടാൾക്ക് സുഖല്ലേ? അവളുടെ ആ ചോദ്യത്തിന് മറുപടിയായി മാളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അർജുൻ അപ്പോഴും അവളെ നോക്കി നിന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മ. പെട്ടെന്നാണ് ഒരു ആൺകുഞ്ഞ് അവർക്ക് അരികിലേക്ക് ഓടി വന്നത്. ധനു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. എൻ്റെ മകനാണ് ആയുഷ്. അവൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മാളവും അർജുനും ഞെട്ടലോടെ നോക്കി. അന്ന് എല്ലാവരിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ഉള്ളിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി ആർക്കൊരു നഷ്ടമാകാൻ ഞാൻ കാരണമാകരുതെന്ന്. ദിശ അറിയാതെ നടന്നു പെട്ടതോ ഒരമ്മയുടെയും മകൻ്റെയും കാറിന് മുന്നിലായി. മനസ്സിനെ ബാധിച്ച തളർച്ച ശരീരത്തെയും ബാധിച്ചപ്പോൾ തളർന്നു വീണു. അതിൽ നിന്നുറന്ന് എനിക്ക് നല്ലൊരു കുടുംബം കിട്ടി. അമ്മയില്ലാത്ത ഇവന് അമ്മയായി. സ്വന്തം പോലെ കാണാനും സ്നേഹിക്കാനും മറ്റൊരമ്മയെ കിട്ടി. സ്നേഹം കൊണ്ട് മൂടാൻ ഒരാണൊരുത്തനും. പഴയതെല്ലാം പറഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങി. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞതെല്ലാം മൂത്ത് സ്വയം ജന്മം കൊടുക്കുന്ന ഒരു വിഡ്ഢിയാവാൻ എനിക്ക് തോന്നിയില്ല. നിർവികാരതയോട് അവൾ പറഞ്ഞു നിർത്തി. ആരും എന്നെ ഓർക്കാൻ ഇടയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കണ്ടപ്പോൾ മുഖം തിരിച്ച് പോകാൻ തോന്നിയില്ല. നിന്ന് കൂടുതൽ ബോറാക്കുന്നില്ല, പോട്ടെ. അത്രയും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ധനു ആ മോനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. അല്പം അകലെയായി ഫോൺ ചെയ്ത് നിന്നിരുന്ന ഒരു യുവാവിൻ്റെ അരികിലായി അവർ ചെന്ന് നിന്നതും എന്തൊക്കെയോ പരസ്പരം സംസാരിച്ച ശേഷം അയാൾ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്ന് പോകുന്നതും അവരിരുവരും നോക്കി നിന്നു. നന്നായി ജീവിക്കട്ടെ, അവൾക്കും വേണ്ടേ ഒരു ജീവിതം. അവർക്കരികിലേക്ക് വന്ന മാധവന്റെ വാക്കുകളായിരുന്നത്. അതിൽ അർജുനും മാളവും മൃദുവായി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേ സെന്റ് സീൻ ഇവിടം കൊണ്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ക്ലൈമാക്സ് എങ്ങനെയാണ്? സന്ദർഭത്തിനെ മാറ്റിമറിക്കാനെന്നോണം മാധവ് തുടക്കം കുറിക്കുമ്പോൾ അർജുനും മാളവും പരസ്പരം നോക്കി. നെക്സ്റ്റ് റൊമാൻസ് ടൈം. അത് പറയുന്നതിനൊപ്പം അർജുൻ മാളുവിനെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് കടൽത്തിരയിലേക്ക് ഇറങ്ങി. അവളുടെ പൊട്ടിച്ചിരിനാദം അവിടെയെങ്ങും ഉയർന്നു. ആ അടിപൊളി. സിനിമാ നടൻ റൊമാൻസിലാണ്. ഇനി നമ്മളായിട്ട് നിനക്ക് ഉറക്കുന്നത്. ഇങ്ങോട്ട് പാടി. പിന്നെ ഒന്നും നോക്കിയില്ല. മാധവ് ആദ്യം കൊണ്ട് അവർക്ക് പിന്നാലെ ഇറങ്ങി. അങ്ങകലെ സൂര്യൻ തൻ്റെ പ്രണയിനിലേക്ക് അഴുമ്പോൾ ഇവിടെ തൻ്റെ പ്രണയിനികളോടൊപ്പം പുതുനിമിഷങ്ങൾ ആസ്വദിക്കുകയെന്നവർ ഇരുവരും. ഇരു ധ്രുവങ്ങളിൽ നിന്നും കാലം അവർക്കായി കാത്തുവെച്ച് ഒരു ധ്രുവത്തിലേക്കുള്ള സുന്ദര നിമിഷങ്ങൾ കൂപ്പും. സ്നേഹപൂർവ്വം സാലിം കരുളായി.